SYS സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒത്തിരിയേറെ പരിപാടികൾ ഏറ്റെടുക്കുന്നത് പലതിൻ്റെയും ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡ്രഗ്സിനെതിരെയുള്ള വലിയ ക്യാമ്പയിൻ നടത്തിയിരുന്നു. നിങ്ങളുടെ സംസ്ഥാന തലത്തിലുള്ള ജാഥ ഉണ്ടായിരുന്നു. ഇത് തന്നെ ഉദ്ഘാടനമാണ്. അപ്പം ഇത് നന്നായി പോട്ടെ, വിത്തും കൈക്കോട്ട് നന്നായി. നമ്മുടെ ഭൂമി നമ്മുടെ ഉത്തരവാദിത്തം പരിസ്ഥിതി ക്യാമ്പയിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. SYS പരിസ്ഥിതി ക്യാമ്പയിൻ്റെ ഭാഗമായി നമ്മുടെ ഭൂമി നമ്മുടെ ഉത്തരവാദിത്തം എന്ന പ്രമേയത്തിൽ നടത്തുന്ന പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ച് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളം ജില്ലയിലെ കളമശ്ശേരി സോണിലെ സർക്കാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് തൈനട്ട് ഉദ്ഘാടനം ചെയ്തു. SYS സംസ്ഥാന സാമൂഹ്യ പ്രസിഡന്റ് അബ്ദുൽ ജലീൽ സഖാഫി അധ്യക്ഷത വഹിച്ചു. എറണാകുളം ജില്ലാ പ്രസിഡന്റ് KSM ഷാജാൻ സഖാഫി പ്രമേയ പ്രഭാഷണം നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് എറണാകുളം ജില്ലാ പ്രസിഡന്റ് VH അലിദാരിമി, SYS ജില്ലാ ജനറൽ സെക്രട്ടറി ജലാൽ VK, ജില്ലാ ഭാരവാഹികളായ ഷമീർ കൊച്ചി, അൻസർ അലി, അബ്ദുസത്താർ, അൻസാർ KB, അഹമ്മദ് കബീർ ബാക്കവി, IPF ജില്ലാ ഭാരവാഹി ഡോക്ടർ AB അലിയാർ, C ഐദ്രോസാജി, നൌഫൽ, TP സക്കീർ ഹുസൈൻ, സോൺ സർക്കിൾ ഭാരവാഹികൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രം ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ജൂൺ 1 മുതൽ 10 വരെ നടക്കുന്ന പരിസ്ഥിതി ക്യാമ്പയിൻ്റെ ഭാഗമായി 1 ലക്ഷം കാർബൺ ന്യൂട്രൽ തൈകൾ നട്ടുപിടിപ്പിക്കും. പരിസ്ഥിതി സംരക്ഷണം, ഗ്രീൻ പ്രോട്ടോകോൾ തുടങ്ങി ആശയങ്ങൾ കേന്ദ്രീകരിച്ച് 7000 യൂണിറ്റുകളിൽ മസ്ജിദുകൾ, മദ്രസകൾ തുടങ്ങിയ ഇടങ്ങളിൽ ബോധവൽക്കരണം നടത്തും. ഒപ്പം പ്രാദേശിക കാർഷിക കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് സംഘകൃഷിയും പ്രവർത്തകരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് അടുക്കളത്തോട്ടങ്ങൾ എന്നിവയും പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന ഐക്യരാഷ്ട്രസഭയുടെ ഈ വർഷത്തെ പരിസ്ഥിതി പ്രമേയം ക്യാമ്പയിൻ്റെ ഭാഗമായി പ്രചരിപ്പിക്കുമെന്ന് സംസ്ഥാന സാമൂഹിക വകുപ്പ് പ്രസിഡന്റ് V അബ്ദുൽ ജലീൽ സഖാഫി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. തുടർന്ന് യുവ കർഷകർക്ക് വിത്തും കൈക്കോട്ടും സൗജന്യമായി വിതരണം ചെയ്യുകയും അവരെ ആദരിക്കുകയും ചെയ്തു. കോടികൾ സമ്പാദിക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് എന്താ തടിയളകേണ്ട ആവശ്യം? അപ്പൊ സ്വാഭാവികമായും പലവരുടെയും ജോലികൾ ഇന്ന്, കാരണം യന്ത്രങ്ങൾ, വലിയ വലിയ മനുഷ്യന്മാർ ചെയ്തിരുന്ന പല ജോലികളും യന്ത്രങ്ങൾ ചെയ്ത് നിമിഷ നേരങ്ങളെ കൊണ്ട് മണിക്കൂർ 10 മാസം കൊണ്ട് ചെയ്യുന്നത് 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന യന്ത്രവൽക്കരണം ലോകത്ത് വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മനുഷ്യൻ ഇനിയും അവന്റെ തടി അളകാതെ പിറകോട്ട് സ്വാഭാവികമായി പോകും. അങ്ങനത്തെ ഘട്ടത്തിൽ ഒരു മനുഷ്യന് ഒരു കാർഷിക ബോധം എല്ലാ ദിവസവും ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ടൈം ആഴ്ചയിൽ നിശ്ചിത ദിവസങ്ങളിലെങ്കിലും കാർഷിക വൃത്തിയെ കുറിച്ചുള്ള കൃത്യമായ ബോധമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അവരുടെ വീട്ടിലും ഉള്ള പരിസരത്തുമൊക്കെ പലതും ചെയ്യാൻ പറ്റും. 2 കാര്യമാണ്. ഒന്ന് ആരോഗ്യ സംരക്ഷണവും മറ്റൊന്ന് നമ്മുടെ പ്രകൃതിയുടെ സംരക്ഷണവുമാണ്. അതുകൊണ്ട് തന്നെ SYS ഈ ക്യാമ്പയിൻ കാലയളവില് ഈ നമ്മുടെ ജില്ലാതല ഉദ്ഘാടനത്തിനടക്കം ഇവിടെ ഒരുമിച്ച് കൂടുന്ന ആളുകൾക്ക് അഥവാ അടുക്കള കൃഷിയും മട്ടുപ്പാവ് കൃഷിക്കും ആവശ്യമായ വിത്ത് വിതരണം ഇവിടെ നടക്കുകയാണ്. നാം ഈ ഏറ്റെടുത്ത ഉത്തരവാദിത്വം ഭംഗിയായി എല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെ പരിസ്ഥിതിയുടെ പൂർണ്ണമായ സംരക്ഷണം, ഗ്രീൻ പ്രോട്ടോകോൾ എന്ന ആ ഒരു സ്ഥിതിയിലേക്ക് പൂർണ്ണമായും കടന്നു വരാൻ കഴിയുന്ന ഒരു സ്ഥിതി നമുക്കുണ്ടാകും. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ക്യാമ്പയിന്റെ ക്യാപ്ഷൻ എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഗ്ലോബലി എന്നാണ്. ലോകത്ത് മൊത്തം പ്ലാസ്റ്റിക് മലിനീകരണം ഒഴിവാക്കുക, അവസാനിപ്പിക്കുക എന്ന ക്യാപ്ഷനാണ് ഈ വർഷം ലോക പരിസ്ഥിതിയുടെ ഭാഗമായിട്ട് ഉയർത്തിയിട്ടുള്ളത്. പ്ലാസ്റ്റിക് എത്രമാത്രം മാലിന്യമാണ് നമുക്ക് സൃഷ്ടിക്കുന്നത്, ഈ ഭൂമിക്ക് സൃഷ്ടിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ നമ്മളൊക്കെ എത്രമാത്രം പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക് എന്ന് വളരെ സിമ്പിളായിട്ട് കാണുന്ന വസ്തു ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒന്നാണത്. ഞാനിപ്പോഴും പ്ലാസ്റ്റിക് വഹിച്ചുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്റെ കണ്ണടയിൽ പ്ലാസ്റ്റിക് ഉണ്ട്, എന്റെ പോക്കറ്റിലെ പേന പ്ലാസ്റ്റിക് ആണ്, എന്റെ ഷർട്ടിലെ ബട്ടൺസ് പ്ലാസ്റ്റിക് ആണ്. നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത് പ്ലാസ്റ്റിക് ചെയറിലാണ്. ഇങ്ങനെ പ്ലാസ്റ്റിക്കിനെ മാറ്റി നിർത്തി നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല. ഏത് രൂപത്തിലേക്കും വടക്കാനും തിരിക്കാനും ഏത് വർണ്ണവും കൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക്. ഇരുമ്പിന് വർണ്ണം കൊടുക്കാം, അത് പുറത്ത് തേച്ചു കൊടുക്കണം. അലുമിനിയത്തിന് വർണ്ണം കൊടുക്കാൻ പുറത്ത് തേച്ചു കൊടുക്കണം. സ്റ്റീലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്.
പക്ഷേ പ്ലാസ്റ്റിക്കിനുള്ളത് ഏത് വർണ്ണവും നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് കളറും പ്ലാസ്റ്റിക് സ്വീകരിക്കുകയും നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് രൂപത്തിലേക്കും പ്ലാസ്റ്റിക് രൂപമാറ്റം വരുത്തുകയും ചെയ്യാൻ കഴിയും. പ്ലാസ്റ്റിക് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് 1933-ലാണ്. 1950 തൊട്ട് 2024 ഡിസംബർ വരെ ലോകത്ത് ഉപയോഗിക്കപ്പെട്ട പ്ലാസ്റ്റിക്കിന്റെ കണക്ക് എന്ന് പറയുന്നത് 920 കോടി ടണ്ണാണ്. ഇത്രയും പ്ലാസ്റ്റിക് ഇത്രയും കാലത്തിനടക്ക് ഉപയോഗിച്ചു എന്നാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ മിനിറ്റിലും 10 ലക്ഷം പ്ലാസ്റ്റിക് കവറുകൾ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു മിനിറ്റിൽ ലോകത്ത് 10 ലക്ഷം പ്ലാസ്റ്റിക് കവറുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ.